ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബോർഡർ ലൈൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ, അതായത് സാരിയുടെയും ദുപ്പട്ടയുടെയും ഒക്കെ ബോർഡറിൽ കണ്ടിന്യൂസ് ആയിട്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ബീഡ്സിന് ഡാമേജ് വരാണ്ട് എങ്ങനെയാണ് അതിൻ്റെ മുകളിലൂടെ, ബീഡ്സിന് മുകളിലൂടെ തന്നെ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ റിങ്ങിനകത്ത് വരുന്ന അത്രയും ഡിസൈനിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിങ് മാറ്റി ഫിക്സ് ചെയ്യാം. ഇങ്ങനെ റിങ് മാറ്റിയതിന് ശേഷം നമുക്കിനി ഈ സ്ക്രൂ ഇല്ലാത്ത റിങ് തുണിയുടെ ബാക്ക് സൈഡിൽ വെക്കാം. ഈ റിങ് ബൈൻഡ് ചെയ്തിട്ടില്ലാത്തതാണ്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന റിങ്ങിൽ ഈ സ്ക്രൂ ഇല്ലാത്ത റിങ്ങിൽ ഉറപ്പായിട്ടും ബൈൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇതുപോലെ ബൈൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുണിക്ക് ഡാമേജ് ഉണ്ടാവും. ഇനി ഈ റിങ്ങിന് മുകളിൽ ഇങ്ങനെ ഫാബ്രിക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ബീഡ്സ് ഉള്ള വശം റിങ്ങിന് മുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത റിങ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലൊരു ചെറിയ പീസ് തെർമോക്കോൾ, അധികം തിക്നെസ് ഇല്ലാത്ത ഒരു പീസ് തെർമോക്കോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് ഈ ബീഡ്സിന് മുകളിൽ വെക്കാം. എന്നിട്ട് ഈ സ്ക്രൂ നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം റിങ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ തെർമോക്കോൾ കറക്റ്റായിട്ട് ബീഡ്സിന് മുകളിൽ തന്നെ ആയിരിക്കണം വരേണ്ടത്. സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ വശത്തു നിന്നും പതിയെ ഈ തുണി വലിച്ച് ടൈറ്റ് ചെയ്യാം. ബീഡ്സ് വരുന്ന വശത്തെ തുണി മാത്രം വലിക്കാൻ പാടില്ല. ബാക്കിയുള്ള തുണിയെല്ലാം പതിയെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തുണി ഒട്ടും ലൂസൊന്നും ഇല്ലാണ്ട് ഡിസൈൻ്റെ ഷേപ്പ് മാറിപ്പോവാതെ നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ റിങ് മാറ്റിയിട്ട് നോക്കാം ബീഡ്സിന് ഡാമേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. കണ്ടോ, ബീഡ്സിനൊന്നും ഡാമേജ് വന്നിട്ടില്ല, പൊട്ടിയിട്ടുമില്ല, സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.